ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് S&P 500 ആൻഡ് നാസ്ഡാക്ക് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി പോസിറ്റീവ് ആണെന്നാണ് നിലവിലത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ ക്ലോസിങ് മോസ്റ്റ്ലി എല്ലായിടത്തും പോസിറ്റീവ് ആയിരുന്നു. ആൻഡ് നമുക്ക് മെയിനായ ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 130 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്കൊരു 100 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലേക്കുള്ള സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഇനി ടൈം ഉണ്ട്, മാറാം. ബട്ട് ആസ് ഓഫ് നൗ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. 150 പോയിൻറ്റ്സിൻ്റെ മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് ബുള്ളിഷ് ആണ്. നിക്കി 2045 പോയിൻറ്റ്സിന് അപ്സൈഡ് നിൽക്കുകയാണ്. സ്ട്രേറ്റ് ടൈംസ് 21 പോയിൻറ്റ്സിന് അപ്സൈഡാണ്. തായ്വാൻ വൈറ്റ് 1996. അപ്പം കപ്പലുകൾ സ്ട്രേറ്റ് ഹോർമുസ് കൂടെ കപ്പലുകൾ കടത്തി വിട്ടു എന്നുള്ളൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ അത് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് സെൻസിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ക്രൂഡ് പ്രൈസസ് ഡൗൺ സൈഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പം അങ്ങനത്തെ നല്ല നല്ല ന്യൂസുകൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിഫ്റ്റി കണ്ടില്ലേ, നിഫ്റ്റി മേജർലി ഒരു സപ്ലൈയിലേക്കുള്ള മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട ക്ലോസിംഗ് ഒരു ചാർട്ട് നമുക്ക് നോക്കാം. ഭേദപ്പെട്ട ക്ലോസിംഗ് ഉണ്ടായിരുന്നു. ആൻഡ് മാർക്കറ്റ് അടുത്ത് ഇനി സപ്ലൈ റേഞ്ചിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ലെവൽസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ലെവൽസ് നമ്മൾ അതേപോലെ കീപ്പ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഡൗൺ സൈഡ് വന്നു മാർക്കറ്റ്. ആൻഡ് ഈ ഒരു ഡിമാൻഡ് സോണിന് എബവ് ക്ലോസ് ചെയ്തു. ഈ ഒരു 23,664 എന്ന് പറയുന്ന മൂവ്മെന്റ് 23,800 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 23,970. അപ്പം മുകളിലത്തെ സപ്ലൈകൾ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെവൽസ് ഒന്നും നമ്മൾ മാറ്റുന്നില്ല. ബിക്കോസ് നമുക്ക് എക്സാക്ട്ലി ഒരു സോണിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സോൺസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബുള്ളിഷ് മൈൻഡിലേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും നമ്മൾ കണ്ടിന്യൂസ്ലി ഈ ഒരു ലെവൽസ് തന്നെ ഞാൻ കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു താഴത്തെ ലെവൽസ് അതേപോലെ കീപ്പ് ചെയ്യുകയാണ്, മുകളിലത്തെ ലെവൽസും അതേപോലെ കീപ്പ് ചെയ്യുകയാണ്. ഇന്നലത്തെ അതേ വ്യൂ തന്നെ വയ്ക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് സപ്ലൈ ബ്രേക്ക് ചെയ്ത് 23,800 ആൻഡ് സെക്കൻഡ് സപ്ലൈ എന്ന് പറയുന്നത് മേജർ സപ്ലൈ 24,000. ഇത് രണ്ട് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ 24,240. അപ്പോൾ ഞാൻ ഈ ലെവൽസ് എല്ലാം ഇതേപോലെ കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വ്യൂ മാറിയിട്ടില്ല. സ്റ്റിൽ ഞാൻ ഈ ലെവൽസിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബുള്ളിഷും അല്ല ബെയറിഷും അല്ല. സോ ലെറ്റ് ദിസ് ഈ ലെവൽസ് ബ്രേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ന്യൂസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. ITCയുടെ വരുന്നുണ്ട്, LG വരുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നൈക്കയുടെ വരുന്നുണ്ട്, ഓറോബിന്ദോ ഫാർമ, ഹൊണാസ കൺസ്യൂമർ, ഡോക്ടർ അഗർവാൾസ് ഹെൽത്ത് കെയർ, അശോക ബിൽക്കോൺ, വിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ, ഇമാമി, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, മാക്സ് ഹെൽത്ത് കെയർ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സൺ നെറ്റ്വർക്ക്, VA ടെക്, വെബാഗിൻ്റെ, വെൽസ്പൺ കോപ്പ്, വി വർക്ക് ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നുണ്ട്. സോ ആ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ റിസൾട്ട് വരികയാണ്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 350 കോടിയിൽ നിന്ന് 529 കോടിയിലേക്ക് ചെറിയൊരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഗുഡ് റിസൾട്ടാണ്. അല്ല, റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഹണിവെൽ ഓട്ടോമേഷൻ്റെ പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട്. വേൾപൂളിൻ്റെ ആണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ഫോൾ ചെയ്തിട്ടുണ്ട്. 190 നിന്ന് 80 ക്രോർസിലേക്ക് പ്രോഫിറ്റ് ഫോൾ ചെയ്തിട്ടുണ്ടെന്നാണ് വേൾപൂളിൻ്റെ കാണിക്കുന്നത്. ബട്ട് റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ടീം ലീവ് സർവീസിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സംഘി മൂവേഴ്സിൻ്റെ ആണെങ്കിൽ 53.8 കോടിയിൽ നിന്ന് 68 കോടിയിലേക്ക് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. മെട്രോ ബ്രാൻഡ്സിനും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അരവിന്ദ് സ്മാർട്ട് സ്പേസ്, അപ്പം അതാണെങ്കിൽ 19 കോടിയിൽ നിന്നും 121% അപ്സൈഡ് പോയി 42 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. GPT ഇൻഫ്രാ പ്രോജക്ട്സിൻ്റെ ആണ് Q4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ബേസിസിൽ നോക്കുമ്പോഴത്തേക്ക് 24 കോടിയിൽ നിന്ന് 31 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. ജൂബിലന്റ് ഫുഡ് വർക്ക്സിൻ്റെ ആണ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, അപ്പോൾ RVNLന് ഒരു ബിഡ് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭാഗമായിട്ട് 164 കോടിയുടെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസസ് ഒക്കെ ഇന്ന് മാർക്കറ്റ് ഉള്ളൂ. അപ്പം ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിവസമായിരിക്കും. അപ്പം മാർക്കറ്റ് ഇന്നത്തെ ഇതിൻ്റെ ഒരു സപ്ലൈ ബ്രേക്കോട് കൂടി നമുക്കൊന്ന് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊരു സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് പനാമ പെട്രോകെം ലിമിറ്റഡ്. ഞാനിന്ന് വാച്ച് ചെയ്യുകയാണ്. മേജർലി സപ്ലൈ ബ്രേക്കിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നമുക്കിവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ 300 റേഞ്ച് എന്ന് പറയുന്ന ഒരു സപ്ലൈ ആണ്. നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ 300 റേഞ്ചിലേക്ക് മാർക്കറ്റ്
ആ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്നു, താഴെ വരുന്നു, സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്നു, താഴെ വരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സപ്ലൈ ടെസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ഇവിടെ ഇപ്പം സപ്ലൈ മോസ്റ്റ്ലി ടെസ്റ്റ് ചെയ്തു 322 റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ നല്ലൊരു സപ്ലൈ ആണ്. മാർക്കറ്റ് ഇനി ആ സപ്ലൈ ബ്രേക്കിനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ വീക്സിലും ഈ ഒരു പനാമ പെട്രോകെമ്മിന്റെ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇത് പഠിക്കാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പനാമ പെട്രോകെമ്മിന്റെ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ വ്യൂസ് ഒക്കെ എനിക്ക് അയക്കാം. അപ്പോൾ നമുക്കിത് ഡിസ്കസും ചെയ്യാം. പേഴ്സണലി നമുക്ക് ഇതിന്റെ വരുന്ന ദിവസങ്ങളിലെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നാൽ കണ്ടില്ലേ, എൻ്റെ ID ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷനും ചെയ്യാവുന്നതാണ്. എന്നെ എനിക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.